കൂടുതൽ വിവരങ്ങളുമായി ആവണി ചന്ദ്ര ചേരുകയാണ്. ആവണി, നിലവിൽ അശാന്തിയുടെ പശ്ചിമേഷ്യ എന്ന രീതിയിൽ കാര്യങ്ങൾ വീണ്ടും പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണോ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്? അങ്ങനെ സമാധാനം പുലരാൻ ഇനിയും നാളേറെ കാത്തിരിക്കേണ്ടി വരുമോ? തീർച്ചയായും ആദിത്യൻ ഈ സൂചിപ്പിച്ചതുപോലെ അതിനുള്ളൊരു സാധ്യതയൊക്കെയാണ് പുറത്തു വരുന്നത്. ഈ ഇറാൻ അമേരിക്ക താൽക്കാലിക വെടിനിർത്തൽ കരാറൊക്കെ അനിശ്ചിതത്വത്തിലാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ കണ്ടു 2-3 ദിവസമായി തന്നെ ചെറിയ രീതിയിലുള്ളൊരു അനിശ്ചിതത്വമൊക്കെ ഈ വെടിനിർത്തലിൽ ഉണ്ടാവുകയായിരുന്നു. ചെറിയ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മിസൈൽ അയക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ വെടിനിർത്തൽ കരാർ അത് നിലനിൽക്കുന്നതിനാൽ തന്നെ വലിയ രീതിയിലൊരു വ്യാപകമായ യുദ്ധത്തിലേക്കൊന്നും കാര്യങ്ങൾ പോകില്ല എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അതിനെ മാറ്റിമറിക്കുന്നതാണ്. ഈ ഹോർമുസ് കടലിടുക്കിന് നേരെ ഇറാൻ തൊടുത്തുവിട്ട 4 ഡ്രോണുകളാണ് ഇപ്പോൾ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടു എന്നുള്ള അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. ഇതിന് പിന്നാലെ തിരിച്ചടി എന്നോണം, അതായത് ഈ ഇറാൻ ഡ്രോണുകൾ തൊടുത്തുവിട്ടതിന് പിന്നാലെ ഇതിന് തിരിച്ചടി എന്നോണം ഇറാന്റെ തീരദേശ നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നും അമേരിക്കൻ സൈന്യം വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇറാനുമേൽ ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിലാണ് ഈ പുതിയ സൈനിക നടപടിയൊക്കെ തന്നെ വരുന്നത്. ഇതോടെ കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ അനിശ്ചിതത്വത്തിലാവുകയാണ്. നമ്മൾ കണ്ടതാണ് നേരത്തെ ഈ യുദ്ധം ആരംഭിച്ച ഒരു സമയത്ത് എത്രത്തോളം ഒരു ബുദ്ധിമുട്ട് അത് എല്ലാ മേഖലകളിലും ലോക രാജ്യങ്ങളെ ആകെ എത്തരത്തിൽ ബാധിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വീണ്ടും പോവുകയാണ്. എന്തായാലും ഈ ഹോർമുസ് മേഖലയിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഇറാൻ ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിലാണ് നടപടിയെന്ന് US സെൻട്രൽ കമാൻഡ് പ്രതികരിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഈ ഭാവിയിലെ ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോർമുസ് കടലിടുക്കിലെ ഒരു ദ്വീപ് ഉൾപ്പെടെയുള്ള റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്നും ഇവ തകർത്തതെന്നും അമേരിക്കൻ സൈന്യം വ്യക്തമാക്കുകയാണ്. ഈ ആഗോള എണ്ണവാതക വിതരണത്തിന്റെ പ്രധാന പാതയാണ് ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് നമുക്കറിയാം. അവിടെ ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഇനിയും ഉണ്ടാക്കും. ഇതിന് പിന്നാലെയാണ് ഇറാനിയൻ തുറമുഖങ്ങൾക്ക് US ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇതൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ധനവില മാത്രമല്ല, പല നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ വില ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഈ മേഖലയിൽ എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. ഈ ആഴ്ച ആദ്യം നമ്മൾ കണ്ടതാണ് കുവൈറ്റിലെ പ്രധാന വിമാനത്താവളത്തിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തുന്നത്. അതിലൊരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു, നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ കുവൈറ്റിലെ വിമാനത്താവളം ആദ്യത്തെ സംഘർഷം നടന്ന സമയത്ത് ഉണ്ടായ കേടുപാടുകൾക്ക് പിന്നാലെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി 2 ദിവസങ്ങൾക്ക് മുൻപാണ് തുറന്നത്. അതിന് പിന്നാലെയാണ് ഈ കുവൈറ്റിലെ പ്രധാനമായ വിമാനത്താവളത്തിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തുന്നത്. അങ്ങനെ വീണ്ടും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ ആക്രമണം വെടിനിർത്തൽ തകരുമെന്ന ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയല്ലേ ആ ഒരു നിലവിൽ സമാധാന ചർച്ചകൾ തകർക്കുന്ന രീതിയിൽ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് തിരിച്ചടി എന്ന ഒരു ഭീഷണിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുവൈത്തിലേക്കും ബഹ്റിനിലേക്കും ഒക്കെ തന്നെ ആക്രമണം നടത്തിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.